ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. മഹാഭാരതത്തിലെ അതിവിശിഷ്ടമായ ഒരു കഥാപാത്രമാണ് വിതുര മഹാത്മാവ് എന്നുള്ളത്. സത്യസന്ധനും ധർമ്മിഷ്ഠനും പരമജ്ഞാനിയുമായിരുന്നു വിതുരർ. അദ്ദേഹം ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ടാണ് പിറന്നത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മാണ്ഡവ്യ മഹർഷി എന്നൊരു മുനിശ്രേഷ്ഠൻ തൻ്റെ ആശ്രമ പരിസരത്ത് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് രാജഭണ്ഡാരത്തിൽ നിന്നും കുറേ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് 3 കള്ളന്മാർ ഓടി വരികയായിരുന്നു. ഇവരെ പിന്തുടർന്ന് രാജഭടന്മാരുണ്ടായിരുന്നു. ഈ കള്ളന്മാർ നേരെ മുനിയുടെ ആശ്രമത്തിലേക്കാണ് കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. ധ്യാനത്തിലിരുന്നത് കാരണം ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞതേയില്ല. അപ്പോൾ ഈ ദൂരെ നിന്ന് തന്നെ ഈ രാജഭടന്മാർ കാണുന്നുണ്ട് ഈ കള്ളന്മാർ ആശ്രമത്തിനുള്ളിലേക്ക് കയറി പോകുന്നത്. എന്നിട്ട് ഈ രാജഭടന്മാർ മുനിയോട് ചോദിക്കുന്നുണ്ട്, ഇതുവഴി 3 കള്ളന്മാർ പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുനിശ്രേഷ്ഠൻ ഒന്നും മിണ്ടുന്നില്ല. ഉടനെ തന്നെ രാജഭടന്മാർ ആശ്രമത്തിൽ കയറുകയും ഈ 3 പേരെയും ആ സ്വർണ്ണാഭരണങ്ങളെയും പിടികൂടുകയും ചെയ്യുന്നു. മുനിശ്രേഷ്ഠനും ഈ ഗണത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ അദ്ദേഹവും കൂട്ടുനിന്നു എന്ന് കുറ്റം ആരോപിച്ച് ഈ കള്ളന്മാരോടൊപ്പം തന്നെ ഈ മുനിശ്രേഷ്ഠനെയും അവർ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നു. ഉടനെ തന്നെ രാജാവ് ഉത്തരവിടുകയാണ് ഈ 4 പേരെയും ശൂലത്തിലേറ്റുക എന്ന്. ആ സമയത്തും ഈ മുനിശ്രേഷ്ഠന് ഒന്നും മിണ്ടുന്നതേയില്ല. ശൂലത്തിലേറ്റുമ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് മറ്റ് 3 കള്ളന്മാർ മരിക്കുകയും ഇദ്ദേഹം മരണപ്പെടാതെ ഇരിക്കുന്നു. ഇതിൽ സംശയം തോന്നിയ രാജാവ് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് മാണ്ഡവ്യ മഹർഷിയായിരുന്നു എന്ന്. ഉടനെ തന്നെ അദ്ദേഹത്തെ ശൂലത്തിൽ നിന്നും താഴെ ഇറക്കിയിട്ട് അദ്ദേഹത്തോട് ക്ഷമാപണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം കോപിഷ്ഠനായ ഈ മുനിശ്രേഷ്ഠൻ നേരെ യമപുരിക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് യമധർമ്മ രാജാവിനോട് ചോദിക്കുന്നു, ഈ ശൂലത്തിലേറ്റാൻ മാത്രം എന്ത് അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാലും. ഉടനെ യമധർമ്മ രാജാവ് പറയുന്നു, ബാല്യകാലത്തിൽ താങ്കളൊരു ശലഭത്തെ കുശാഗ്രം കൊണ്ട് കുത്തിയത് കൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. കുഞ്ഞായിരുന്ന സമയത്ത് ചെയ്തതാണ്. ഉടനെ തന്നെ ഈ മുനിശ്രേഷ്ഠൻ പറയുന്നു, ബാല്യകാലത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണമായിരുന്നു. ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീ 100 ജന്മം ഭൂമിയിൽ ചെന്നിട്ട് ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയായിരുന്നു. അങ്ങനെയാണ് യമധർമ്മ രാജാവ് വിതുരർ എന്ന പേരിൽ ആ ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജനിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണ് ജനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ധർമാധർമ്മങ്ങൾ ഒന്നും അദ്ദേഹം കൈവിട്ടിരുന്നേയില്ല. ധർമ്മത്തിൽ അനുഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു വിതുര മഹാത്മാവിൻ്റേത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.